പെരുമ്പാവൂരിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നുപോയ സമയത്താണ് എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നത്. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രവുമായിട്ടായിരുന്നു പ്രതിഷേധം. എസ്എഫ്ഐ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അംബേദ്കറിന്റെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എസ്എഫ്ഐ പ്രതിഷേധം. CP Dream Try Hindutva here, see what happens next എന്നുള്ള ബാനർ കൂടി എസ്എഫ്ഐ ഉയർത്തുന്നുണ്ട്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, പ്രതിഷേധമൊക്കെ കഴിഞ്ഞോ? ഗവർണറുടെ യാത്ര തടസ്സപ്പെട്ടോ? ഗവർണറുടെ യാത്ര തടസ്സപ്പെട്ടില്ല. ഗവർണർ ഇപ്പോൾ ഇവിടെയുള്ള, അതായത് വേങ്ങൂരിലെ രാജഗിരി വിശ്വജ്യോതി സ്കൂളിലെ ഒരു യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ആ പരിപാടിയിലേക്ക് എത്തുമ്പോൾ കോളേജിൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ മുന്നിൽ വെച്ചാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത്. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വരുന്ന ഒരു ജംഗ്ഷനിൽ പെട്ടെന്ന് എസ്എഫ്ഐ പ്രവർത്തകർ ഈ ബാനറുകളും കൊടികളും ആയിട്ട് ഓടിയെത്തുകയായിരുന്നു. അവർ പ്രതിഷേധിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഗവർണറുടെ വാഹനം സുഗമമായി തന്നെ മുന്നോട്ട് പോയി. വലിയ പ്രതിഷേധമാണ് എസ്എഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ ഘട്ടത്തിൽ ഉയർന്നത്. അവർ പ്രധാനമായും സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ അവിടെ പ്രതിഷേധിച്ചത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ CPIക്ക് സംഭവിച്ചതും പുന്നപ്ര സംഭവം അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഇംഗ്ലീഷിൽ എഴുതിയ ബാനറുമായിട്ടാണ് ഇന്ന് എസ്എഫ്ഐ പ്രവർത്തകർ വന്നത്. അവരുടെ കയ്യിൽ മഹാത്മാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ അംബേദ്കറുടെയും ഒക്കെ തന്നെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഹിന്ദുത്വ അജണ്ടകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭരണഘടനയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു നിർത്തി. തുടർന്ന് ഗവർണർ മടങ്ങിപ്പോകുന്ന അതേ വഴിയിൽ തന്നെ ആ പ്രതിഷേധ ബാനർ ആ മതിലിൽ വച്ച ശേഷമാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ ആ ഭാഗത്ത് നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. കാരണം ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തെ അവർ തടസ്സപ്പെടുത്തിയില്ല. പെട്ടെന്ന് ആ വാഹന വ്യൂഹം കടന്നു വന്ന വഴിയിലേക്ക് ഓടിയെത്തി വന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഈ ബാനർ ഉയർത്തുകയുമാണ് അവർ ചെയ്തത്. എസ്എഫ്ഐ പെരുമ്പാവൂർ ഭാഗത്തെ പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. നേരത്തെ കാലടിയിലടക്കം, കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിക്ക് മുന്നിലൂടെ ഗവർണർ കടന്നു വരുന്നു. അവിടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പോലീസിനെയൊക്കെ തന്നെ വിന്യസിച്ചിരുന്നു. പക്ഷേ ഈ രാജഗിരി വിശ്വജ്യോതി കോളേജിലേക്ക് പ്രവേശിക്കുന്ന തൊട്ടടുത്ത് വെച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം പോലീസ് മുന്നിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ നിന്ന് എന്ന് ഉയർന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ്. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രതിഷേധം.